അവധിക്ക് അമ്മയുടെ വീട്ടിലേക്ക് ദീപക്കും കുടുംബവും പോയി. അമ്മയുടെ വീടിനെ കുറിച്ച് ഒരുപാട് കഥകൾ ചെറുപ്പം തൊട്ടേ അവൻ കേട്ടിട്ടുണ്ട്. നഗരത്തിലെ ഒരു മൃഗശാല പോലെയാണ് പലപ്പോഴും അവന് ആ വീട് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാ ജീവികളും അവിടെ ഉണ്ടാവും. കാട് പോലത്തെ വീടും പരിസരവും. ആന കയറിയാൽ പോലും അറിയില്ല. കരടി മുറ്റം വരെ വരൂ. മയിൽ അടുക്കളയിൽ വന്നാൽ ആട്ടി ഓടിക്കാൻ അമ്മ പറയാറുണ്ട്. പാമ്പ് വീടിനുള്ളിൽ എന്നും കാണുന്ന ഒരു ജീവിയാണ്. ഇതൊന്നുമല്ല പേടിക്കേണ്ട കാര്യം. ഇനിയാണ് ആ ഭയാനകമായ കഥ പറയാൻ പോകുന്നത്. ഇത് വെറുമൊരു കഥയല്ല, ദീപക് നേരിൽ കണ്ട സംഭവമാണ്. ദീപകിന് പ്രേതത്തെ പേടിയില്ല, കാരണം അതൊന്നും ഈ ലോകത്ത് ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് അവൻ. പക്ഷേ ആ ചിന്ത അധികകാലം ഉണ്ടായില്ല. ആ വീട്ടിൽ രാത്രി നേരത്ത് ആരോ വണ്ടി തള്ളി പോകുന്ന ശബ്ദം കേൾക്കാം. അതെന്താണെന്ന് പലപ്പോഴും അവൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞത്, പണ്ട് ഈ വീട്ടിൽ രാജാവിൻ്റെ കോട്ടയിലെ ഭടന്മാരാണ് താമസിച്ചിരുന്നത്. യുദ്ധത്തിൽ എല്ലാവരും മരിച്ചു. അവരെ ഇവിടെ തന്നെയാണ് കുഴിച്ചിട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് 2 തലമുറകൾ കഴിഞ്ഞു. ഇപ്പോഴും അവരുടെ ആത്മാക്കൾ ഇവിടെയുണ്ടെന്ന് പലരും പറയുന്നു. അതിൻ്റെ തെളിവാണ് രാത്രിയിലെ ആ ശബ്ദം. പണിക്കരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് നോക്കി പറഞ്ഞത്, അവർ നമ്മെ ഉപദ്രവിക്കില്ല എന്നാണ്. അവർ നമ്മളെയും കുടുംബത്തെയും സംരക്ഷിക്കുമെന്നും. പക്ഷേ അവരെ ശല്യം ചെയ്താൽ അവരുടെ കോപത്തിന് നമ്മൾ ഇരയാവും എന്നും പറഞ്ഞു. അതുകൊണ്ട് ഇതുവരെ ആരും അതെന്താണെന്നൊന്നും നോക്കാൻ പോയിട്ടില്ല. നീയും പോവണ്ട എന്ന് അമ്മ നിർദ്ദേശിച്ചു. അന്ന് രാത്രി നല്ല മഴ. ചേച്ചിയുടെ മുറിയിലാണ് ദീപക് കിടന്നത്. മുറിക്ക് പുറത്ത് നായയെ കെട്ടി ഇട്ടിട്ടുണ്ട്. അത് കുരച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഉറക്കം വന്നില്ല. ചില പേടിപ്പിക്കുന്ന ശബ്ദവും കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴും അവൻ പേടിച്ചില്ല. അത് ഒരു അസ്വാഭാവിക സംഭവം ആണെന്ന് ആർക്കായാലും തോന്നും. പക്ഷേ അവൻ ധൈര്യത്തോടെ ഇരുന്നു. അപ്പോഴാണ് ജനാലയിൽ ഒരു വെളിച്ചം തോന്നിയത്. ചില്ലിട്ട ജനാലയായതുകൊണ്ട് അവൻ അതുവഴി പുറത്തേക്ക് നോക്കി. അപ്പോൾ ആ ഭയാനകമായ രംഗം കണ്ടു. നായ ചത്തുകിടക്കുന്നു. ജനാലയ്ക്ക് നേരെയാണ് കിണർ. അവിടെ 3 പേര് ഇരുന്ന് സംസാരിക്കുന്നു. ആ ശബ്ദം പോലും അവന് കേൾക്കാം. അത്ര ഉച്ചത്തിലാണ് കേൾക്കുന്നത്. അതെന്താണെന്ന് അറിയാൻ ആ ജനാല തുറന്നു. അപ്പോഴാണ് മനസ്സിലായത്, അത് മനുഷ്യനല്ല. ആ ഭയപ്പെടുത്തുന്ന മുഖം അവൻ കണ്ടു. പണ്ട് കഥകളിൽ കേട്ട വേദാളത്തിനെ പോലെ 3 പേരാണ് അത്. വെള്ള നിറത്തിലാണ് ഉണ്ടായിരുന്നത്. ആര് പ്രേതകഥ പറഞ്ഞാലും പ്രേതം വെള്ള സാരിയാവും അണിയുക. അപ്പോൾ അവൻ പറയാറുണ്ട്, എന്തേ പച്ചസാരി ഇട്ടൂടെയെന്ന്. പക്ഷേ ശരിക്കും അവൻ കണ്ട പ്രേതം വെള്ള നിറത്തിലാണ് ഉണ്ടായിരുന്നത്. ചേച്ചി നല്ല ഉറക്കത്തിലായിരുന്നു. അവളെ ഉണർത്തി ഇത് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ അവന് ശബ്ദം പുറത്തു വരുന്നില്ല. അപ്പോൾ അവൻ ശരിക്കും പേടിച്ചു. ശരീരം മരവിച്ച പോലെയായി. അപ്പോഴും അതിനെ സൂക്ഷിച്ചു നോക്കി. ആ പ്രേതങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതെന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അത് അവനറിയാവുന്ന ഭാഷയല്ല. എന്തു ഭാഷയാണെന്ന് പോലും അറിയുന്നില്ല. അപ്പോഴാണ് പേടി എന്താണെന്ന് അവനറിയുന്നത്. പെട്ടെന്ന് ആ പ്രേതം അവൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ അവന് ഒന്നും ഓർമ്മയുണ്ടായില്ല. രാവിലെയായി. അവൻ എണീറ്റു. ആദ്യം തന്നെ ശബ്ദം വരുന്നുണ്ടോ എന്ന് നോക്കി. വരുന്നുണ്ട്. അപ്പോഴാണ് അവന് സമാധാനമായത്. പേടി സ്വപ്നമാവുമെന്ന് അവനെ തന്നെ പറഞ്ഞ് അവൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മുറ്റത്ത് വന്നപ്പോൾ എല്ലാരും കരയുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ വിരൽ ചൂണ്ടി കാണിച്ചു. അവൻ അവിടേക്ക് നോക്കിയപ്പോൾ പതറിപ്പോയി. താൻ ലാളിച്ചു വളർത്തിയ നായ ശരിക്കും ചത്തു കിടക്കുന്നു. അതും വളരെ ക്രൂരമായി. അപ്പോൾ താൻ രാത്രി കണ്ടതെല്ലാം സത്യമാണെന്ന് അവൻ ഉറപ്പായി. എല്ലാം അവൻ വീട്ടിലുള്ളവരോട് പറഞ്ഞു.
പിന്നെ ഹോമവും ഒക്കെയായി കുറച്ചു ദിവസം. അന്നു മുതൽ ആ ശബ്ദം ആരും കേട്ടിട്ടില്ല. 2 മാസത്തിന് ശേഷം വീണ്ടും പണ്ടത്തേക്കാൾ ഉച്ചത്തിലാണ് ആ വണ്ടി തള്ളുന്ന ശബ്ദം കേട്ടത്. അതോടെ അടുത്ത ദിവസം തന്നെ അവിടെ നിന്നും ദീപക്കും കുടുംബവും യാത്രയായി. ഇനിയും അവിടെ നിന്നാൽ പല അനുഭവവും ഉണ്ടാവുമെന്ന് എല്ലാവർക്കും തോന്നി. ഇത് നടന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. പക്ഷേ ഒന്നും അവന് ഇപ്പോഴും മറക്കാൻ കഴിയുന്നില്ല. പിന്നീട് ദീപക്കും കുടുംബവും ഇന്ന് വരെ ആ വീട്ടിലേക്ക് പോയിട്ടുമില്ല. ഇത് ഒരു കെട്ടുകഥയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതൊരു അനുഭവമാണ്. നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കൂടുതൽ നല്ല കഥകളുമായി വീണ്ടും കാണാം. താങ്ക് യു.